ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാര്യ ദുർഗ സ്റ്റാലിന് ക്ഷണം. ഇത് ഉദയനിധി സ്റ്റാലിനുള്ള ചുട്ട മറുപടി. സനാതനധർമ്മം കുഷ്ഠമാണെന്നും തകർക്കണമെന്നും ആഹ്വാനം ചെയ്ത ഉദയനിധിക്കുള്ള ഒന്നാന്തരം മറുപടി തന്നെയാണ് ഇത്. അയോധ്യയിൽ ഈ മാസം 22-ന് നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭാര്യ ദുർഗ സ്റ്റാലിന് ക്ഷണം നൽകിയിരിക്കുകയാണ്. RSS VHP നേതാക്കൾ ചെന്നൈയിലെ വസതിയിൽ എത്തിയാണ് ഔദ്യോഗികമായി ദുർഗ സ്റ്റാലിനെ ക്ഷണിച്ചത്. അയോധ്യയിൽ നിന്നുള്ള അക്ഷതവും ദുർഗ സ്റ്റാലിന് കൈമാറി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദുർഗ സ്റ്റാലിൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. 14 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണ കിരീടം അവർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സനാതനധർമ്മത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. ഈ പരാമർശങ്ങൾ പ്രതിപക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി K സ്റ്റാലിന്റെ ഭാര്യ ദുർഗ സ്റ്റാലിൻ കടുത്ത ഹിന്ദു ഭക്തയാണ്. അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി 32 പവന്റെ തങ്ക കിരീടമാണ് ഗുരുവായൂരപ്പന് സമ്മാനിച്ചത്. സനാതനധർമ്മം പിന്തുടരുന്നവരെ ഇല്ലാതാക്കണം എന്ന് പറയുക വഴി സ്വന്തം അമ്മയുടെ വധം തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ ലക്ഷ്യമാക്കിയത് എന്നാണ് അഭിജിത്ത് മജുംദാർ ലേഖനത്തിലൂടെ പരോക്ഷമായി സൂചിപ്പിച്ചത്. ഇത് DMK പ്രകോപിപ്പിച്ചു. അഭിജിത്ത് മജുംദാറിന്റെ ലേഖനത്തിലെ വിവാദമായ ഈ ഭാഗം ഹിന്ദു ചിന്തകനായ ആനന്ദ് രംഗനാഥൻ പിന്നീട് സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ചിരുന്നു. ഉദയനിധിയുടെ അമ്മ ഒരു കടുത്ത ഹിന്ദു ഭക്തയാണ്. അതുകൊണ്ട് തന്നെ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തിനെതിരെ നടത്തിയ വിമർശനം മാതൃഹത്യയ്ക്ക് തുല്യമാണ്, അഭിജിത്ത് മജുംദാർ കുറിച്ചു. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഉദയനിധി സ്റ്റാലിനെതിരെ ജേർണലിസ്റ്റ് അഭിജിത്ത് മജുംദാർ തന്റെ ലേഖനത്തിനുടനീളം ശക്തമായ വിമർശനമാണ് നടത്തിയത്. മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും EV രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാർ ഏറെക്കാലമായി വിഷം കലർത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അനശ്വരമായ ഹിന്ദു വിശ്വാസ സംഹിതയായ സനാതന ധർമ്മത്തെ പിന്തുടരുന്നവരെ ഉന്മൂലനം ചെയ്യണം, ഇല്ലാതാക്കണം എന്ന ഉദയനിധി സ്റ്റാലിന്റെ വംശഹത്യ ആഹ്വാനം തമിഴ്നാടിന്റെ മണ്ണിൽ ഉയരുന്നതിൽ ഒരു കാലത്തും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അഭിജിത്ത് മജുംദാർ കുറിച്ചത്. ഹിന്ദുവിനോടുള്ള വിദ്വേഷം തമിഴ്നാട്ടിൽ സ്വാഭാവികമാക്കി മാറ്റിയത് EVR എന്ന രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാറാണ്. അതുതന്നെയാണ് സ്റ്റാലിന്റെ പാർട്ടിയും ഉയർത്തിപ്പിടിച്ചത്. ബ്രാഹ്മണരിൽ നിന്നും താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കേണ്ടി വന്ന അനീതികൾക്കെതിരെ ഹിന്ദു ദൈവങ്ങളെ ചെരുപ്പുകൊണ്ട് 70കളിലെ പെരിയാർ അടിച്ചിരുന്നു. പണ്ടാണെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെ മലേറിയ പരത്തുന്ന കൊതുകുകളോടും കോവിഡ് വൈറസിനോടും ഉപമിച്ചത് യാതൊരു എതിർപ്പുമില്ലാതെ പോകുമായിരുന്നു. തമിഴ്നാട്ടിൽ സനാതന ധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ഉദയനിധി സ്റ്റാലിന് എതിരെ ഉയർന്ന വിമർശനങ്ങൾ. BJP അണ്ണാമലയുടെ നേതൃത്വത്തിന് കീഴിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചും അഭിജിത്ത് മജുംദാർ തന്റെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു. ഉദയനിധിയുടെ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന ആഹ്വാനം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുമെന്നും അത് ഉദയനിധിയുടെ വോട്ടിൽ കുറവ് വരുത്തുമെന്നും ലേഖനത്തിലൂടെ വിശദമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ദുർഗയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്ഷണം ശരിക്ക് അച്ഛനും മകനും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.